ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സഖാവ് പിണറായി പറഞ്ഞു, ധനകാര്യ വകുപ്പ് മന്ത്രിയായി ഐസക് പറഞ്ഞു, നമുക്ക് കിഫ്ബിയെ ഒരു പുതിയ തലത്തിലേക്ക് അവതരിപ്പിക്കണം. എല്ലാ കോൺഗ്രസ് MLA-മാരും മന്ത്രിമാരും എല്ലാം പറഞ്ഞു, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിക്കൊണ്ടുവന്ന ആ സാമ്പത്തിക സ്ഥാപനം ഇന്ന് 96,000 കോടി ഉറുപ്പിയുടെ വികസന പ്രവർത്തനത്തിനാണ് നേതൃത്വം നൽകി കഴിഞ്ഞിട്ടുള്ളത്. സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആ നിമിഷം നമുക്കൊരു കാര്യം മനസ്സിലായി, കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ സഹായിക്കില്ല. അതിവേഗം വേണ്ട ഒരു അർദ്ധവേഗം റെയിലില്ല, നമുക്ക് എയിംസ് ഇല്ല, നമുക്ക് ആയുർവേദ ഗവേഷണമില്ല, നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും തന്നെ തരാൻ തയ്യാറില്ല. വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും നമ്മുടെ പേരേയില്ല. ഇന്നേ വരെയുള്ള എല്ലാ ബഡ്ജറ്റുകളും കഴിഞ്ഞ 10 ബഡ്ജറ്റുകളും നമുക്കെതിരായിരുന്നു. രാഷ്ട്രീയമായിട്ട് നമുക്കെതിരായ നിലപാടാണ് BJP എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പകപോക്കൽ, രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണ്. ഈ ഗവൺമെന്റിനെ ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഈ ഗവൺമെന്റ് ഈ പ്രതികൂല പശ്ചാത്തലത്തെയും അഭിമുഖീകരിച്ച് അതിജീവിച്ച് മുന്നോട്ടേക്ക് പോയ പാരമ്പര്യമാണ് ഈ മാർച്ചിലും വരാൻ പോകുന്നത് എന്ന കാര്യം നിങ്ങൾ ധരിക്കുക. കൃത്യമായിട്ട് ഞാൻ പറയാണ്, ഞങ്ങൾ ട്രഷറി പൂട്ടില്ല, ഞങ്ങൾ തുടങ്ങി വെച്ച ഒന്നും അവസാനിപ്പിക്കില്ല, എല്ലാം തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്ന് ഞാൻ ഇടയിൽ പറഞ്ഞു വെച്ചിട്ട്, വളരെ ഭാവനാപൂർവം കേരളം എങ്ങനെയാണ് ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന കാര്യം നമുക്ക് മനസ്സിലാവണമല്ലോ. വെറുതെയല്ല, കൃത്യമായ ആസൂത്രിതമായ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. അതാണ് കിഫ്ബി. കിഫ്ബി ഞങ്ങൾ തുടങ്ങിയതല്ല, ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് തുടങ്ങിയത്. അവിടെ കിടക്കുകയായിരുന്നു മൃതപ്രായം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സഖാവ് പിണറായി പറഞ്ഞു, ധനകാര്യ വകുപ്പ് മന്ത്രിയായി ഐസക് പറഞ്ഞു, തോമസ് ഐസക്, നമുക്ക് കിഫ്ബിയെ ഒരു പുതിയ തലത്തിലേക്ക് അവതരിപ്പിക്കണം. നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സാമ്പത്തിക ഏജൻസിയായി കിഫ്ബിയെ മാറ്റണം. കിഫ്ബി എന്ന് കേട്ടപ്പോൾ തന്നെ UDF-കാർ പുറപ്പെട്ടു, ലീഗുകാർ പുറപ്പെട്ടു, കോൺഗ്രസുകാർ പുറപ്പെട്ടു, BJP-ക്കാർ പുറപ്പെട്ടു. എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവരിങ്ങനെ സ്വപ്നം കാണുകയാണ്, മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. എല്ലാ കോൺഗ്രസ് MLA-മാരും അവരുടെ പഴയ മന്ത്രിമാരും എല്ലാം പറഞ്ഞു, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഞാൻ ഇന്നിവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അഭിമാനത്തോടെ ഞാനൊരു കാര്യം പറയുന്നു, ഈ കേരളത്തിന്റെ ഓരോ വളർച്ചയിലും, ഓരോ ഇഞ്ച് വളർച്ചയിലും, പശ്ചാത്തല സൗകര്യ വികസനത്തിൽ കിഫ്ബി എന്ന് പറയുന്ന ഭാവനാപൂർവം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിക്കൊണ്ടുവന്ന ആ സാമ്പത്തിക സ്ഥാപനം ഇന്ന് 96,000 കോടി ഉറുപ്പിയുടെ വികസന പ്രവർത്തനത്തിനാണ് നേതൃത്വം നൽകി കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോഴാണ് കിഫ്ബിയുടെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകുക. എത്ര? 96,000 കോടി.